തിരുവനന്തപുരം നെടുമങ്ങാട് ടൂറിസ്റ്റ് ബസ് അപകടത്തിൽ ഡ്രൈവർ കസ്റ്റഡിയിൽ. ഒറ്റശേഖരമംഗലം സ്വദേശി അരുൾദാസ് ആണ് കസ്റ്റഡിയിലായത്. അപകടശേഷം അരുൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. അമിത വേഗത്തിൽ വാഹനം പെട്ടെന്ന് തിരിക്കാൻ നോക്കിയതാണ് അപകടത്തിനിടയാക്കിയതെന്ന് ഡ്രൈവറുടെ മൊഴി. അർജുൻ രാജുന്റെ വിശദാംശങ്ങളുമായി. അർജുൻ, വിവരങ്ങൾ. ഈ അപകടം നടന്ന സ്ഥലത്താണ്, നെടുമങ്ങാട് ഇരിഞ്ചിയം എന്ന സ്ഥലത്താണ് നമ്മൾ ഉള്ളത്. ഈ വളവ് കഴിഞ്ഞ് വരുന്ന ഘട്ടത്തിലാണ് ഇന്നലെ ടൂറിസ്റ്റ് ബസ് അപകടത്തിലായത്. ഇതൊരു വലിയ വളവാണ്. ആദ്യം വന്ന ഒരു വാഹനത്തെ മറികടന്ന് ഈ വളവ് തിരിയുന്ന ഘട്ടത്തിലാണ് ബസ്സിന്റെ നിയന്ത്രണം നഷ്ടമാകുന്നത്. അതിനുശേഷം മുൻവശത്ത് ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു. അതിനെ വെട്ടിച്ച് മറികടക്കുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. നേരെ ഈ ഇടതുവശത്തേക്ക് വാഹനം വരികയും ഈ സമീപത്തൊക്കെ തട്ടി അവസാനം ഈ ഭാഗത്തേക്കാണ് ബസ് മറിഞ്ഞത്. ഈ ദൃശ്യങ്ങളിൽ തന്നെ ഈ ചില്ലുകളൊക്കെ പൊട്ടിക്കിടക്കുന്നത് കാണാം. ഈ അപകടത്തെ തുടർന്നാണ് ഒരാൾ മരിക്കുകയും ചെയ്തത്. ബസ്സിന്റെ അമിത വേഗത എന്ന് പറയുമ്പോൾ കൂടിയും ഈ റോഡ്, അതിലെ വളവൊക്കെ കുറച്ച് അശാസ്ത്രീയമാണെന്ന തരത്തിൽ ആളുകളൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് ഈ അപകടത്തിന് ഇടയാക്കിയെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ഇത് ഒരു സ്ഥിരം അപകടം ഉണ്ടാകുന്ന സ്ഥലമാണോ ചേട്ടാ? സ്ഥിരം അപകടം ഉണ്ടാകുന്ന സ്ഥലമാണോ? സ്ഥിരം അപകടമില്ല, അങ്ങനെ അവിടെ ഒന്നും വന്നിട്ടില്ല. ഫസ്റ്റ് ഇത് ഓവർ സ്പീഡിൽ വന്ന വളഞ്ഞതിന്റെ കുഴപ്പമാണ് ഇത് സംഭവിച്ചത്, അല്ലേ? ഡ്രൈവറുടെ മിസ്റ്റേക്ക് തന്നെ. അല്ലാതെ ഇങ്ങനെയല്ല. അത് നമ്മൾ സ്ഥിരം ഇവിടെ വണ്ടി ഓടിച്ച് പോകണതാണ്. ഇവിടെ ഇത്രയും വീതി കിടക്കുകയല്ലേ. ഓവർ സ്പീഡ് പരിചയമില്ലാത്ത ഡ്രൈവറായിരിക്കും, ഈ റോഡ് വഴി പരിചയമില്ലാത്ത ഡ്രൈവറായിരിക്കും, അറിഞ്ഞുകൂടായിരിക്കും ഇത്ര വളവുള്ളത്. അപ്പം നല്ലത് വളച്ച് ചവിട്ടി ആംബുലൻസും കൂടെ വന്നപ്പോൾ ചവിട്ടി ഇപ്പം മറിഞ്ഞതായിരിക്കാൻ സാധ്യത ഉണ്ട്. ഇവിടെ ഈ റോഡിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അതായത് പണി പൂർത്തീകരിച്ചിട്ടില്ല. ഇത്രയും നാളുകൊണ്ട് ഇവിടെ നടക്കുകയല്ലേ, പണി പൂർത്തീകരിച്ചിട്ടില്ല. അതിൻ്റെ ഓരോ മിസ്റ്റേക്ക് തോന്നാളായത്. നമ്മളും വണ്ടി പോകുമ്പോൾ മറിഞ്ഞു വീഴാറുണ്ട്. അറിഞ്ഞുകൂടാത്തവർ വന്നാൽ വീഴും ബൈക്കിലൊക്കെ. ഇടയ്ക്കിടയ്ക്ക് അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇടയ്ക്കിടയ്ക്ക് ബൈക്ക് അപകടം കൂടുതൽ ഉണ്ടാവുന്നുണ്ട്. ഈ റോഡിൻ്റെ പ്രശ്നം കൊണ്ട് എൻ്റെ പ്രശ്നമാണല്ലോ. അതുകൊണ്ട് അതാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. എന്താണ് ചേട്ടാ ഇത്? ആലോചിച്ച് നോക്കണം. ഇത്രയും ഇതിൽ ഒരു വണ്ടി മറിയണം, അങ്ങനെ മറിയും. 2 ഹൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വണ്ടി അവൻ്റെ അശ്രദ്ധ തന്നെയായിരുന്നു. അവന്റെ ഓവർ സ്പീഡ് മാത്രമല്ല, വളവ് കയറി കാണാമല്ലോ. എതിരെ വണ്ടി വരണമെങ്കിൽ അറിയാമല്ലോ. ഇതൊന്നും അങ്ങനെ ഇത് അയാളെ സംഭവിച്ചതാണ്. പക്ഷെ നമ്മളെ ഡ്രൈവറെ കുറ്റം പറഞ്ഞാൽ ചിലപ്പോൾ അശ്രദ്ധയായിരിക്കാം. സംഭവിക്കാനുള്ളത് സംഭവിക്കും. പിന്നെ ഇതിന്റെ 2 ലെയർ ആയെന്നും പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും ഒരു വണ്ടി എന്ന് പറയുന്നില്ല. അല്ലാതെ അങ്ങനെ 2 ലെയർ ആയതുകൊണ്ട് പറഞ്ഞതല്ലേ. ഈ ലെയറിൽ കയറിയിട്ട് നിങ്ങൾ ഡ്രൈവറല്ലേ, ഈ ലെയറിൽ കയറിയിട്ട് വണ്ടി അങ്ങനെ മറിയൊന്നുമില്ല. ഓവർ സ്പീഡിൽ വന്നിട്ട് വെട്ടി തിരിച്ച് പറഞ്ഞു. അതിന്റെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചത് തന്നെയാണ്. വേറെ മറ്റു വണ്ടികളൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. ഇവിടെ ISR വണ്ടി ISR മാത്രമല്ല, എല്ലാ എത്ര വണ്ടികൾ ഇതുവരെ വന്ന് മറിഞ്ഞിട്ടില്ലല്ലോ. ഈ വളവിൽ ഇങ്ങനെ ഒരു അപകടം നടന്നിട്ടില്ല ഇതുവരെ. നടന്നിട്ടില്ല, ഞങ്ങൾ അറിയുന്നത്. പക്ഷേ ഗ്രന്ഥശാലയുടെ മുകളിലുള്ള വളവിലൊക്കെ അപകടം നടന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു അപകടം നടന്നിട്ടില്ല. വലിയൊരു വളവാണല്ലോ. വലിയ വളവ് 4 വണ്ടിക്ക് പോകാനുള്ള സ്ഥലമുണ്ട്. 4 വണ്ടിക്ക് ഇതേപോലെ വണ്ടി കയറി വരണ കാണുമല്ലോ. എതിരെ വണ്ടി വരില്ലായിരുന്നു, അവിടെ നിന്ന് വണ്ടി ഇല്ലായിരുന്നു. രാത്രിയാണ് 10 മണിക്ക് നടക്കുന്ന സംഭവമാണ്. വേറെ മറ്റു ഇതൊന്നും ഇല്ലായിരുന്നു. സമയത്ത് ഇവിടെ ഓടി വന്നതാണ്. താമസിക്കണവരാ. നല്ല സ്പീഡിൽ വന്നെന്നാണ് നമ്മളെ അവിടെ ഒരു പാരലൽ സർവീസ് ഓടുന്ന ഡ്രൈവർ പറഞ്ഞത്. അവന്റെ കയ്യിൽ നിന്ന് വണ്ടി നിയന്ത്രണം കിട്ടും. അപ്പോൾ അവിടെ നിന്ന് ഭയങ്കര സ്പീഡായിരുന്നു. അതുപോലെ കളിയും ബഹളം ഉണ്ടായിരുന്നോ? ഇന്നലത്തെ അപകടം എന്തായാലും ഡ്രൈവറുടെ അമിത വേഗത തന്നെയാണെന്നാണ് ഈ സമയത്ത് ഈ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നത്. വലിയ വേഗതയിൽ തന്നെയാണെന്ന് ഡ്രൈവറും മൊഴി നൽകിയിരുന്നു. വേഗതയ്ക്കൊപ്പം തന്നെ പെട്ടെന്ന് വാഹനം വെട്ടിച്ചതാണ് ഈ അപകടത്തിന് ഇടയാക്കിയതെന്നാണ് ഡ്രൈവർ തന്നെ നൽകിയ മൊഴി. അത് സാധൂകരിക്കുന്ന ആളുകളുടെ പ്രതികരണമാണ് ഇപ്പോൾ കാണുന്നത്. വലിയ വേഗതയിലാണ് ഈ വളവ് തിരിഞ്ഞത്. ഈ വളവിന്റെ തന്നെ പ്രശ്നം തന്നെ, ആ വളവ് അങ്ങനെ നീണ്ട ഒരു വളവാണ്. അതുകൊണ്ട് തന്നെ അത് അത്ര സ്പീഡിൽ ഒടിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായി അത്തരത്തിലുള്ള അപകടത്തിനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് സ്വാഭാവികമായി അറിയേണ്ടതാണ്. പക്ഷേ ഡ്രൈവർ അത് അമിത വേഗതയിൽ തന്നെ ആ വളവ് തിരിഞ്ഞ് വരികയാണ് ഉണ്ടായത്. അതാണ് ഈ നിയന്ത്രണം വിടാനും പിന്നീട് ഈ വലത്തെ വശത്തേക്ക് വാഹനം മറിയാനും ഇടയാക്കിയത്. ഈ വാഹനം മറിഞ്ഞ് ഒരു മരണമാണ് സ്ഥിരീകരിച്ചത്. മറ്റുള്ളവർക്കൊന്നും കാര്യമായി പരിക്കില്ല. എല്ലാവരുടെയും നില തൃപ്തികരമാണെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ആശ്വാസം നൽകുന്ന കാര്യം. കുറേ പേരെയൊക്കെ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടി മാത്രമാണ് ഇപ്പോൾ SIT ആശുപത്രിയിൽ ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റുള്ളവർക്കൊന്നും കാര്യമായ
പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഈ വശത്തേക്കാണ്, അതായത് വളവ് തിരിഞ്ഞു വന്ന ഈ ഭാഗത്തേക്കാണ് വാഹനം മറിയുന്നത്. ഈ സമീപത്തുള്ള സ്ലാബിലേക്ക് തട്ടി ഈ ചില്ലൊക്കെ ഇവിടെ കിടക്കുന്നത് കാണാം. അതിനുശേഷം ആളുകൾ വന്നാണ് ഈ വാഹനം ഉയർത്തുകയും ക്രെയിൻ ഉപയോഗിച്ച് വാഹനം ഉയർത്തുകയും പരിക്കേറ്റവരെയൊക്കെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യമായ പരിക്കുകൾ അല്ലെങ്കിൽ ഒരു വലിയ അപകടം എന്ന നിലയ്ക്ക് അത് മാറാതിരുന്നത്. നാട്ടുകാരുടെയൊക്കെ കൃത്യമായിട്ടുള്ള ഇടപെടലാണ്. പോലീസും ഫയർഫോഴ്സും ഒക്കെ കൃത്യസമയത്ത് ഇടപെട്ടുകൊണ്ട് കൃത്യമായ രക്ഷാപ്രവർത്തനം നടത്തിയതുകൊണ്ടാണ് ഇതിന്റെ കാഷ്വാലിറ്റി അല്ലെങ്കിൽ ഗുരുതരമായി പരിക്ക് അത്തരത്തിലുള്ള അപകടത്തിലേക്ക് മാറാതിരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഈ വളവ് ഒന്നുകൂടെ കാണാം. അത് കുറെ കൂടി നീണ്ട ഒരു വളവാണ്, അതായത് വലിയ വളവാണെന്ന് ഈ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ വളച്ച് ഒടിച്ചു വരികയാണ്. വളച്ചൊടിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികം നമ്മളൊരു വളവിൽ സ്വാഭാവികമായും നമ്മൾ സ്വീകരിക്കുന്ന ഒരു ഒന്ന് ബ്രേക്ക് പിടിച്ച് മെല്ലെ വളയ്ക്കുന്നതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. പക്ഷേ ഈ വാഹനത്തിൽ അങ്ങനെയല്ല ഉണ്ടായത്. വലിയ വേഗതയോടുകൂടി തന്നെയാണ് ആ ഡ്രൈവർ വാഹനം ഈ വളവ് ഒടിച്ചു വന്നത്. ഈ ഒടിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഒരു വാഹനത്തെ അദ്ദേഹം മറികടന്നിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ വളവ് ഒടിക്കുന്ന ഘട്ടത്തിൽ മുൻപിൽ ഒരു ആംബുലൻസും വന്നു. ആ ഘട്ടത്തിൽ വാഹനം പെട്ടെന്ന് വെട്ടിക്കാൻ ശ്രമിച്ചു. അതാണ് ഈ അപകടത്തിന് ഇടയാക്കിയതെന്നാണ് മനസ്സിലാക്കുന്നത്. വളവാണ്, ഒരു വാഹനം മുന്നിലുണ്ട് എന്നൊക്കെയാണെങ്കിൽ കൂടി വാഹനത്തിന് വലിയ സ്പീഡില്ലെങ്കിൽ നമുക്കത് നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. കുറെ കൂടി വേഗതയിൽ, വലിയ വേഗതയിലാണ് ഈ വളവ് തിരിഞ്ഞു വന്നതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഈ അപകടത്തിന് ഇടയാക്കിയത്. മറ്റ് അശാസ്ത്രീയതയോ അല്ലെങ്കിൽ റോഡിനെ പഴിച്ച് ഒന്നും ഇക്കാര്യത്തിൽ രക്ഷപ്പെടേണ്ടതില്ല എന്ന പ്രതികരണം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ട്. ഇത് ഡ്രൈവറുടെ അശ്രദ്ധ തന്നെയാണെന്ന തരത്തിലാണ് ആളുകളുടെ പ്രതികരണം. ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന നാട്ടുകാരൊക്കെ പറയുന്നത്. അല്ലാതെ ഈ റോഡിന്റെ അശാസ്ത്രീയത അല്ലെങ്കിൽ ഈ മുന്നറിയിപ്പ് ബോർഡുകളില്ലാത്തതൊക്കെ വിഷയമാണ്. പക്ഷേ ഈ വിഷയത്തിൽ, ഈ അപകടമുണ്ടായ കാര്യത്തിൽ മറ്റ് വീഴ്ചകൾക്ക് അപ്പുറത്തേക്ക് അത് ഡ്രൈവറുടെ അശ്രദ്ധയായി തന്നെ കാണണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്ന തരത്തിലാണ് ഇപ്പോൾ ആളുകളൊക്കെ പ്രതികരിക്കുന്നത്. അതിൽ ശരി, അർജുൻ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്.